കർത്താവിന്റെ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ സാക്ഷ്യം അതായിരുന്നു ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ചിന്താവിഷയം. ഹാബിലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും ഈ ദിവസങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇനി വളരെ വേഗം ഈ ഭാഗം നാം മുൻപോട്ട് പോകുമ്പോൾ അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ വിശ്വാസത്തിന്റെ അനുസരണം വാക്യപ്പെട്ട് വിശ്വാസത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് അനുസരണം. അനുസരണമില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രിയരെ, ഇത് വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണ്. എന്തുകൊണ്ടോ ഇക്കാലങ്ങളിൽ നാം അവഗണിക്കപ്പെടുന്ന ഒരു സത്യവുമാണ്. വിശ്വാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന അനേകരും അനുസരണത്തെ വിസ്മരിക്കുന്ന ദുഃഖകരമായ കാഴ്ച. യഥാർത്ഥത്തിൽ അത് വചനവിരുദ്ധമാണ്. അബ്രഹാമിന്റെ ലൈഫിൽ താൻ പുറപ്പെട്ടു എന്ന് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും അനുസരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കൽദയ ദേശത്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് താൻ ദൈവിക കൽപ്പനയെ അനുസരിച്ച് പുറപ്പെട്ടു. ഒരു വാഗ്ദത്ത ദേശം കിട്ടുവാനുള്ള അനുസരണത്തിന്റെ യാത്ര. അതിനുശേഷം തനിക്കൊരു വാഗ്ദത്ത സന്ധിതി ലഭിക്കുവാൻ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. അവിടെയും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ ആ ഭക്തന് കഴിഞ്ഞു. അവസാന നിമിഷം വരെയും ദൈവിക പദ്ധതിയിൽ തുടരുവാൻ ആ അനുസരണം ഒരു ആശ്രയമാണ്. അത് ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. അതിനെയാണ് അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ മക്കളില്ലാത്തവരായി നടക്കുന്നുവല്ലോ എന്ന് പലപ്പോഴും പറഞ്ഞുവെങ്കിലും ഓരോ നിമിഷവും ദൈവിക വാഗ്ദത്തങ്ങൾ ഉറയ്ക്കുവാൻ ദൈവം അബ്രഹാമിനെ പരിശീലിപ്പിച്ചു. അത് നക്ഷത്രങ്ങൾ എണ്ണിയാണെങ്കിലും കടൽക്കരയിലെ മണൽ എണ്ണിയാണെങ്കിലും ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിന്നെ സന്തതികളെ ആക്കുമെന്നുള്ള വാഗ്ദത്ത വചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനും അബ്രഹാമിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു ഭക്തന് ഇപ്രകാരം ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നത്? പലപ്പോഴും ദൈവിക പദ്ധതിയുടെ മുമ്പിൽ മാനുഷ്യമായ ഒത്തിരി ചിന്താഗതികൾ അബ്രഹാമിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ആ വിശ്വാസ വീരന്റെ ദൈവം ഓരോ ചുവടുകളിൽ അനുസരണം പരിശീലിപ്പിച്ച് ദൈവത്തിൽ വിശ്വസിക്കുമാർ തന്റെ മാനുഷ്യമായ ചോദ്യങ്ങളെക്കാൾ ഉപരി, താൻ കണ്ടുപിടിച്ച ഉത്തരങ്ങളെക്കാൾ ഉപരി അവസാന നിമിഷം വരെയും തന്റെ കൂടാരത്തിൽ ഒരു ഇസഹാക്ക് ജനിക്കുന്ന സമയം വരെയും ദൈവിക വാഗ്ദത്തങ്ങൾ വചനങ്ങൾ വിശ്വാസത്താൽ ഉരുവിടുവാൻ, ഏറ്റുപറയുവാൻ, അതിനെ വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്ന ഒരു ഭക്തനെയാണ് അബ്രഹാമിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. എക്കാലത്തും വിശ്വാസികൾക്കൊരു മാതൃകയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. പലപ്പോഴും പലവിധമായ ചിന്താഗതികൾ അബ്രഹാമിനെ അലട്ടിയിരുന്നു. ഒരിക്കൽ പറഞ്ഞു, എന്റെ ഭൗതിക നന്മ മൊത്തം ഈ കാര്യസ്ഥനായ ഡമാസ്കസ്കാരനായ എലയാസർ ആകട്ടെ എന്ന് താൻ ചിന്തിച്ചു. എലയാസർ താൻ തൃപ്തിപ്പെട്ടു. കർത്താവ് പറഞ്ഞു, എലയാസർ അല്ല. വീണ്ടും മുൻപോട്ട് പോയപ്പോൾ ഒരു പൗരസ്ത്യ ദേശത്തെ ഈസ്റ്റേൺ ഏഷ്യൻ കൾച്ചർ, അതാണ് ഒരു മിശ്രമദാസി കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയായിട്ട് മാറി. അപ്രകാരം ഒരു കുറുക്കുവഴി സാറ കണ്ടെത്തി. ദാസിൽ കൂടി അബ്രഹാമിന് ഒരു മകൻ. ദൈവിക പദ്ധതിക്ക് ബൈപ്പാസ് ചെയ്തു പോകുന്ന ഒരു മാനുഷികമായ കണ്ടുപിടുത്തമാണ്. ഇനി അബ്രഹാമിന് ഒരു മകനെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിവില്ലെങ്കിൽ അത് ഹാഗാറിൽ കൂടി ആകട്ടെ എന്നുള്ള അവർ തീരുമാനം. അതാണ് എക്കാലത്തുമുള്ള വലിയൊരു വീഴ്ചയായി, ദുരന്തമായി, അല്ലെങ്കിൽ ഇന്നും അതൊരു അപകടമായി പരിണമിക്കാൻ കാരണം ദൈവിക പദ്ധതിക്ക് പകരമായി മാനുഷികമായ കാര്യപരിപാടികൾ അന്വർത്തിക്കുവാൻ അവർ തയ്യാറായി. യഥാർത്ഥത്തിൽ അതൊരു അനുസരണക്കേടാണ്. സന്തതി ലഭിച്ചു, ഇസ്മായേൽ. അതുകൊണ്ടായിരിക്കും ഇന്നത്തതിൽ അബ്രഹാം പറഞ്ഞത്, ഇസ്മായേൽ എന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. ഇന്നലകളിൽ എലയാസർ ആണെന്ന് താൻ ചിന്തിച്ചു. ഇപ്പോൾ താൻ പറയുന്നത് ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന്. ഉടനെ ദൈവം ഇടപെട്ടു. എലയാസറുമല്ല, ഇസ്മായേലുമല്ല, ഞാൻ എൽ ഷദായ ദൈവമാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സന്തതി, നിന്റെ കൂടാരത്തിൽ ഒരു വാഗ്ദത്തം. ഏകദേശം 100-90 വയസ്സായ വളരെ വന്യവയോധികരായ ഈ വൃദ്ധ ദമ്പതികളിൽ നിന്ന് ഇനിയും ആ കൂടാരത്തിൽ ഒരു ചിരി. അതത്ര ഇസഹാക്ക്. എക്കാലത്തും വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം പല രീതിയിൽ പിശാച് ഉയർത്തും. അതുകൊണ്ടാണ് അബ്രഹാമിൽ നിന്നൊരു വാഗ്ദത്ത സന്തതി ഇസഹാക്ക് പുറത്തു വരാൻ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടായി. എലയാസറിൽ തൃപ്തിപ്പെടുവാൻ ഇസ്മായിൽ ജീവിക്കട്ടെ. കാരണം ഇപ്പോൾ അബ്രഹാമിനെ അപ്പ എന്ന് വിളിക്കുവാൻ, അബ്രഹാമിനെ പിതാവെന്ന് വിളിക്കുവാൻ, അല്ലെങ്കിൽ അബ്രഹാമിന് മകനെ എന്ന് വിളിക്കുവാൻ ഈ കൂടാരത്തിൽ ഒരു സന്തതിയായി. പക്ഷെ അതൊന്നും വാഗ്ദത്ത സന്തതിയല്ല. ഈ വാഗ്ദത്ത സന്തതിയിൽ നിന്ന് വേണം ഒരു വാഗ്ദത്ത മശിക പുറത്തു വരും. അബ്രഹാമിന്റെ ഏകജാതനും ദൈവത്തിന്റെ ഏകജാതനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബും, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളും, ആ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തമായ മശിക, രക്ഷിതാവ്, രക്ഷകൻ, അഭിഷക്തൻ, ക്രിസ്തു പുറത്തു വരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇപ്രകാരം ഒരു ദൈവിക പദ്ധതി നാളുകളിൽ ഉണ്ട് എന്ന് സാത്താന്യ ലോകം തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ സാറയെ അബീമേലെക്കിന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ പൈശാചിക സ്വാധീനങ്ങൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. അടുത്ത നാളുകളിൽ വാഗ്ദത്തം വെളിപ്പെട്ടു വരും. ഇസഹാക്ക് ജനിക്കും. എന്നാൽ അതിനു മുമ്പേ സാറയിൽ ഒരു ജാരസന്തതി, അതൊരിക്കലും ഇസഹാക്കല്ല, അബീമേലെക്കിൽ കൂടി ഒരു സന്തതിയെ ഉളവാക്കുവാൻ പൈശാചികമായ കൂട്ടുകെട്ടുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. സർവശക്തനായ ദൈവം അബീമേലെക്കിനെ തടഞ്ഞു. യഥാർത്ഥത്തിൽ അടുത്ത അധ്യായത്തിൽ ആ വീട്ടിൽ ഇസഹാക്ക് ജനിക്കും. കാരണം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ
അബ്രഹാമിന് എൽഷദായി, സർവശക്തിയുള്ള ദൈവത്തിന്റെ വെളിപ്പാട്, എന്തും ചെയ്യുവാൻ കഴിവുള്ള ശക്തനായ ദൈവം. നിർജീവമായ ശരീരം, ഇനിയും ഒരു പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്ത 2 ശരീരങ്ങൾ. അപ്പോൾ തന്നെ സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി, ശരീരം ക്ഷീണിച്ചു പോയി. മനുഷ്യമായി പ്രകൃതിദത്തമായി ഒരു കുട്ടി ജനിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അതിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന ഒരു നിമിഷം. പക്ഷെ മാനുഷ്യമായ പ്രതീക്ഷകൾക്ക്, ആശകൾക്ക് അല്ലെങ്കിൽ ചിന്തകൾക്ക് അവിടെ ഒരു അസ്തമനം ഉണ്ടായുള്ളൂ. ദൈവം അവസാനിപ്പിച്ചിട്ട്. പ്രിയരെ, ഈ പിന്മാറ്റവും അവിശ്വാസവും സംശയവും ഈ ഭയവും ഇപ്രകാരമുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതികളൊക്കെ നമുക്കേ ഉള്ളൂ. ദൈവം ഒരിക്കലും പിന്മാറുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, അബ്രഹാമിന് വീട് അന്വേഷിച്ചു വന്ന ദൂതന്മാർ ആ പ്രത്യേക ദിവസത്തിൽ ആ കൂടാരത്തിൽ ഒരു വാഗ്ദത്ത സന്തതി ജനിക്കുവാൻ ശക്തമായൊരു ദൂത് സമ്മാനിച്ചിട്ട് 3 ദൂതന്മാരാണ് വന്നത്. അതിൽ ഒരു ദൂതൻ അവിടെ രാമാർ ന്യായവിധിയുടെ സന്ദേശമായി. 2 ദൂതന്മാർ ഇപ്പോൾ സോദോം പട്ടണത്തിൽ. മറ്റൊരു ദൂതൻ ഇവിടെ അബ്രഹാമിനെ സാറയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ ആ കൂടാരത്തിൽ. എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം വിശ്വസ്തനെന്ന് താൻ എണ്ണി. ആശയ്ക്ക് വിരോധമായി ആശയോട് താൻ വിശ്വസിച്ചു. പകൽ നക്ഷത്രമില്ല, രാത്രിയിൽ കടൽക്കരയിലെ മണല് കാണുവാനും കഴിയുന്നില്ല. എന്നാൽ പകൽ മണൽ എണ്ണി, രാത്രി നക്ഷത്രം എണ്ണി. അബ്രഹാമേ, നിന്റെ ജീവിതത്തിന് ചുറ്റും കൂരിരുട്ട് മൂടിക്കിടക്കുമ്പോൾ, കാർമേഘം മൂടിക്കിടക്കുമ്പോൾ, രാത്രിയുടെ ഭയാനകതകൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, നിന്റെ നക്ഷത്രം, നിന്റെ വാഗ്ദത്തം, നിന്റെ സഖാക്കൾ ആകാശമണ്ഡലങ്ങളിൽ നിന്നെ നോക്കി ചിരിക്കുന്ന പോലെ ഈ അബ്രഹാമിനെ ദൈവം വിശ്വാസത്തിൽ ശക്തനാക്കിയിട്ട് ഈ ദൂത് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. അനേക കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അനേക വ്യക്തികളിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിക്കാം. പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുവാൻ, ദൈവത്തെ അനുസരിപ്പാൻ ഏവർക്കും ഈ ശുശ്രൂഷ മുഖാന്തരം ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.